അംശി മുംബൈയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുഡ്വിൻ ഗോൾഡൻ വോയ്സിന്റെ യുഗ്മഗാന വിഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രായപരിധിയില്ലാത്ത ഈ ഒരു മത്സരവേദിയിൽ ഞങ്ങൾ എല്ലാവർക്കും ഒരു പ്രചോദനമായ രണ്ട് കണ്ടസ്റ്റൻസ് ആണ് അടുത്തതായി ഈ വേദിയിൽ വരാൻ പോകുന്നത്. ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു രാമചന്ദ്രൻ സർ ആൻഡ് മല്ലിക മാം. മല്ലിക ആന്റി എന്ത് പറയുന്നു? ന്യൂ ഇയർ തുടക്കം എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് ന്യൂ ഇയർ. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു സ്റ്റേജിൽ നിന്ന് പാടാനുള്ള അവസരം തന്നതിൽ. വളരെ 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 സന്തോഷം. Okay, Ramachandran sir, how was your new year? I celebrated at home. My wife was not there, so I just went to. Second statement is more important or the first one? I think both are equally important. Oh, okay. Anyway, so which song are you going to sing today? I'm going to try out a Malayalam song. We were waiting for that. It's from the film Arakkallan Mukkakallan. Okay. And അപ്പൊ സർ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റും മൂവിയുടെ പേരും കൂടിയിട്ട് ആകപ്പാടെ ഒരു കുഴക്കില്ലല്ലേ? ഹാപ്പി ന്യൂ ഇയർ, വളരെ നന്നായിരുന്നു. വൈഫ് ഇസ് നോട്ട് അറ്റ് ഹോം, അരക്കള്ളൻ മുക്കാക്കള്ളൻ, ആകപ്പാടെ ചേർത്ത് നോക്കുമ്പോ ഒരു so I have my girlfriend near to me. വെരി നൈസ്. അപ്പൊ എല്ലാ കാര്യങ്ങൾക്കും ഒരു തീരുമാനമായി. അപ്പൊ മല്ലിക ആന്റി, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. രാമചന്ദ്രൻ സർ, ഓൾ ദി ബെസ്റ്റ്. Thank you. മുല്ലപ്പും പള്ളിലോ കൂത്തിക്കവിളിലോ അല്ലിമലർമിഴിയിലോ ഞാൻ മയങ്ങി. മുല്ലപ്പും പള്ളിലോ കൂത്തിക്കവിളിലോ അല്ലിമലർമേലിലോ ഞാൻ മയങ്ങി. പല്ലാക്ക് മൂക്ക് കണ്ടു ഞാൻ കൊതിച്ചു, പല്ലാക്ക് മൂക്ക് കണ്ടു ഞാൻ കൊതിച്ചു, കല്യാണം ഇന്ന് കെട്ടി കൈ പിടിക്കണ നാൾ വരെ, കല്യാണം ഇന്ന് കെട്ടി കൈ പിടിക്കണ നാൾ വരെ, കൊല്ലാതെ കൊല്ലണേ പൂമാരൻ, നമ്മെ കൊല്ലാതെ കൊല്ലണേ പൂമാരൻ. കല്ലിലോ കൂത്തിക്കവിളിലോ അല്ലിമലർമയിലോ ഞാൻ മയങ്ങി. പിച്ചകപ്പൂമേനി ഞാൻ സ്വന്തമാക്കും, നിന്റെ പിച്ചകപ്പൂമേനി ഞാൻ സ്വന്തമാക്കും. സിന്ദൂര പൊട്ട് തൊട്ടു ചിങ്കാര പാട്ട് കേട്ടു, സിന്ദൂര പൊട്ട് തൊട്ടു ചിങ്കാര പാട്ട് കേട്ടു, കല്യാണ പന്തലിൽ കണ്ടോട്ടെ നമ്മെ എല്ലാരും കണ്ടോട്ടെ. മുല്ലപ്പും പള്ളിലോ കൂത്തിക്കവിളിലോ
അല്ലിമലർമീലോ ഞാൻ മയങ്ങി. മല്ലിക ആന്റി, അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു പാടിയിട്ട് എക്സ്പീരിയൻസ്? തരക്കേടില്ലാന്ന് തോന്നുന്നു. Okay. Ramchandran sir, are you singing a Malayalam song for the first time? Yeah, in a real sense of the word, yes. Okay. So how difficult was it? That palli was very difficult for me. Let me be very honest. Yeah, that was a problem. So that palli or pallu, some lizard, some problem was there. So I tried to manage. That is because Arakallan, Mukkakallan, it happens. You were celebrating New Year, no? That's Yes, why. yes. Yeah. So in between, a lizard also came around. Yes, we could understand that. Anyways, let's hear it from the judges. Yes. Preeta ma'am. रामचंद्र जी Namaskar. नमस्कार. आपने बहुत अच्छा गाया, Thank you. बहुत अच्छा वो एटीट्यूड लाने का प्रयास किया है. और मलयालती പറയട്ടെ? Can I speak in Malayalam? Huh? Can I speak in Malayalam? Yeah, you can speak in Malayalam. Yeah, Okay, I can अच्छा, understand. ठीक है. ആ ആറ്റിറ്റ്യൂഡ് ശരിക്കും ആ ഒരു എന്താ പറയുക, ഭയങ്കര നോട്ടിനെസ് ഉള്ള ഒരു സിംഗിങ് ആണ് ഇതിൽ വേണ്ടത്. നോട്ടിനെസ് ഉണ്ടായിരുന്നു. അത് തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ മാം. അതല്ലേ നേരത്തെ സാർ പറഞ്ഞത്, സൂചിപ്പിച്ചു. എനിവേസ് മലയാളം അറിഞ്ഞുകൂടാ എങ്കിലും ഇത്രയും നന്നായിട്ട് ഞങ്ങളിലേക്ക് ആ ഒരു എക്സ്പ്രഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് കൺഗ്രാറ്റ്സ്. Thank you. പിന്നെ വളരെ നന്ദി. ഓക്കെ, ചെറിയ അവിടെ ചെറിയ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ഈ പാട്ടിൽ. ചെറിയ അത് വിട്ടേക്കാം നമുക്ക്. ഞാൻ അത് നെക്സ്റ്റ് റൗണ്ടിൽ ശരി ചെയ്യും. തീർച്ചയായിട്ടും. മല്ലിക ചേച്ചി ആ ഏനറിയില്ല എന്നുള്ള പോർഷൻ എല്ലായിടത്തും പ്രശ്നമായിരുന്നു നമുക്ക്. പിന്നെ ബാക്കിയെല്ലാം ഒരുവിധം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു ചേച്ചി. എന്നാലും കുറച്ചും കൂടി ഇൻവോൾവ്മെന്റ് വരായിരുന്നു. അത്രയും നോട്ടിനെസ് വന്നില്ല, കുറച്ച് കുറവായിരുന്നു. എനിവേസ് നന്നായിരുന്നു ഈ പാട്ട് സെലക്ട് ചെയ്തത്. നല്ലൊരു സന്തോഷം, ഒരു ജോഷ് മൂഡ് എല്ലാവരിലേക്കും എത്തിച്ചു ഈ പാട്ട് കാരണം. താങ്ക് യു മാം. ശ്രീകുമാർ സർ. എനിക്ക് തോന്നി ഇതുവരെ വന്നിട്ടുള്ള കപ്പിൾസിൽ ജോഡിയിൽ വളരെ ആപ്റ്റായിട്ടുള്ള, ബാക്കിയെല്ലാം ഇളയ ആൺകുട്ടികളും മൂത്ത പെൺകുട്ടികളും അങ്ങനെയൊക്കെ. ഏതായാലും എനിക്ക് രാമചന്ദ്രൻ സാറിനോട് പറയാനുള്ളത്, ഈ പ്രായത്തിൽ ഈ എന്താ പറഞ്ഞിട്ട് ശ്രുതിയും താളവും അവരിൽ എനിക്ക് തോന്നുന്നു ലിങ്കിന് വേണ്ടി പ്രതീക്ഷിച്ച് ഒരിക്കൽ അല്ലേ പല്ലവി എടുക്കാൻ കുറച്ച് ലേറ്റായി. ബട്ട് അവിടെ ഒരു ലിങ്ക് ഉണ്ടായിരുന്നോ? വാസ് ദർ എ ലിങ്ക് ഇൻ ദാറ്റ് പോർഷൻ? Yes, there was. So you're correct. So it's not your problem. You have എന്താ പറയണ്ട, ആ ഒരു ഒഴിച്ചാൽ വളരെ കോൺഫിഡൻസ്. ഈ പ്രായത്തിൽ എനിക്ക് വലിയ അത്ഭുതമുള്ള ഒരു കാര്യമാണ് ഈ താളവും ശ്രുതിയും. പിന്നെ ഈ ഇടയ്ക്കുള്ള ഒരു നൃത്തം ഉണ്ടല്ലോ, ഒരു നല്ലൊരു പുള്ളിയുടെ എപ്പോഴും കാണുന്ന ഒരു കാര്യമാണത്. ആ ഒരു അത് അത് ഏതായിരുന്നു ഞങ്ങൾക്ക് ശരിക്കും അങ്ങോട്ട് ഓർമ്മ വരണില്ലേ സർ? അപ്പൊ നമുക്ക് ഒരിക്കൽ കൂടെ ഒരു റീപ്ലേ ആക്ഷൻ കണ്ടാലോ അല്ലേ? അതെ, നാടൻ പാട്ട് പാടിയാൽ കുറച്ചും കൂടെ ആ ഫീൽ നന്നായി വരും അല്ലേ സർ? the song you sang for നാടൻ പാട്ട്, we want to see that step actually. ചന്തയിലെ മീനു വാങ്ങി പുള്ള സലസലാനു സാറോങ്കാച്ചി കൊത്തുമല്ലി ബത്തലണ് പുള്ള ഓടുരാളേടപ്പാങ്കുത്ത് ലാലെ ലാലെ ലാലാ ലാലെ 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 ലാലാ ലാലെ തില്ലെ ലേ 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 തില്ലെ ലേ 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 ലേ. Thank you sir. അതാണ് ഇത്ര ഒരു ജോഷ് മല്ലിക മാഡത്തിന്റെ അവിടെ നിന്ന് വന്നില്ല. ഇത്ര ഹാപ്പി ആയിട്ട് വന്നില്ല. ഇത് ഹാപ്പി ആയ ശ്രുതി പോകുന്ന പേടിയാണ്. അതിങ്ങനെ വളരെ പമ്മിങ്ങനെ ഇരിക്കുന്നത്, അങ്ങ് വിട്ട് പാടാനും പറ്റുന്നില്ല. ആ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. അതൊന്നും വകവയ്ക്കാതെ രാമചന്ദ്രൻ സാറ് അങ്ങ് കാഴ്ച. താങ്ക് യു സർ. മല്ലിക ആന്റി കുറച്ച് നെർവസ് ആയോ പാടുന്ന സമയത്ത്? നെർവസ് അല്ല, രാമേന്ദ്രൻ സാറ് രണ്ടാമത്തെ പ്രാവശ്യം എടുക്കാനുള്ള ഇതില്ല, കോഡില്ല. എടുത്തു. പിന്നെ ലാസ്റ്റ് ഇതിൽ ഒരു പ്രാവശ്യം കൂടി പാടണം, അത് അദ്ദേഹം പാടിയില്ല. അതുകൊണ്ട് എനിക്ക് ലാസ്റ്റ് ഇത്
മലം കുറവാന്നുള്ളത് പാടിയിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ ചെറിയ ചെറിയ ക്യൂസ് മിസ്സായി. I'm sorry for that. At this stage, I can say only that. ഓക്കെ, എനിവേ, സോ എന്തായാലും ഇവിടെ നടന്ന ഈ ഒരു മത്സരത്തിന്റെ മാർക്സ് എന്താണെന്ന് നമുക്ക് ജഡ്ജസിൽ നിന്ന് അറിയാം. ശ്രീകുമാർ സർ. രാമേന്ദ്രൻ സാറിന് 82. Thank you, sir. Thank you so much. മല്ലികാജിക്ക് 72. Thank you so much. Thank you. थैंक यू सर. Thank you. प्रीता मैम. रामेंद्र जी आपको 83 Thank you. एंड मल्लिका जीजी 70. Thank you. താങ്ക് യു മാം. അപ്പം എന്തായാലും മാർക്സ് ഒക്കെ അറിഞ്ഞു, ചില മാർക്സ് ഇപ്പോഴും അറിഞ്ഞിട്ടില്ല. വി ഡോണ്ട് നോ ദ സ്കോർസ് ഫോർ ജഡ്ജസ് റൗണ്ട്. സോ ഹോപ്പ്ഫുള്ളി ടോട്ടൽ മാർക്സ് നന്നായിരിക്കും, ജഡ്ജ്മെന്റ് ഫേവറബിൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. Thank you so much. ഫാസ്റ്റ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ബ്രസ്റ്റ് ക്യാൻസറിനെതിരെ ബോധവൽക്കരണവുമായി 4000-ലേറെ വനിതകൾ കൂട്ടയോട്ടത്തിൽ പങ്കെടുത്തു. ബോളിവുഡ് നടനും മോഡലുമായ മിലിൻ സോമനാണ് വനിതകൾക്കായി സംഘടിപ്പിച്ച മാരത്തോണിനെ നയിച്ചത്. സ്ത്രീകളുടെ ആരോഗ്യമാണ് കുടുംബത്തിന്റെ ആരോഗ്യമെന്ന സന്ദേശം പകർന്നാടിയാണ് ഏകദേശം 4000-ഓളം വനിതകൾ താനെ നഗരത്തിലെ വഴിത്താരകളെ ശ്വേതവർണ്ണത്തിലാക്കിയത്. പിങ്കത്താൻ എന്ന പേരിൽ സംഘടിപ്പിച്ച കൂട്ടയോട്ടം 5 കിലോമീറ്റർ, 10 കിലോമീറ്റർ, 50 കിലോമീറ്റർ തുടങ്ങിയ വിവിധ വിഭാഗങ്ങളിലായിരുന്നു. അർബുദത്തെ അതിജീവിച്ചവരും കൂട്ടയോട്ടത്തിൽ പങ്കാളികളായി. നടനും മോഡലുമായ മിലിൻ സോമൻ കൂട്ടയോട്ടം ഉദ്ഘാടനം ചെയ്തു. 5 വയസ്സുള്ള കുട്ടി മുതൽ 80 വയസ്സുള്ള വയോധിക വരെ പങ്കെടുത്ത കൂട്ടയോട്ടം വനിതകളുടെ സജീവ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. മാരത്തോണിന് പ്രചോദനവുമായി മിലിൻ സോമൻ ആടിയും പാടിയും ചടങ്ങിനെ വിസ്മയമാക്കി. സ്ത്രീകളുടെ ആരോഗ്യ പരിരക്ഷയാണ് കുടുംബത്തിന്റെ ഐശ്വര്യമെന്ന സന്ദേശം പ്രചരിപ്പിക്കുകയാണ് ഇത്തരം പരിപാടികളിലൂടെ ലക്ഷ്യം വയ്ക്കുന്നതെന്നും മിലിൻ പറയുകയുണ്ടായി. That we are doing the Pinkathon in Thane, but I think the response was really fantastic. Now a lot of women are aware of what Pinkathon is and the fact that it's a only women's run, so they know they're going to be comfortable, they're going to have fun, they can run, they can dance, nobody's going to point a finger or judge or laugh at them, so they're very comfortable to be in this kind of environment. 52ന്റെ നിറവിലും യൗവനം കാത്തുസൂക്ഷിക്കുന്നതിന്റെ രഹസ്യമെന്തെന്ന ആരാധികയുടെ ചോദ്യത്തിന് മിലിൻ നൽകിയ ഉത്തരം നിറഞ്ഞ കയ്യടിയോടെയാണ് സദസ് ഏറ്റുവാങ്ങിയത്. 4 മാസം പ്രായമുള്ള കുട്ടിയുമായി ഓട്ടത്തിൽ പങ്കെടുത്ത അമ്മയും 80ാം വയസ്സിലും ചെറുപ്പത്തിന്റെ ആവേശത്തോടെ കൂട്ടയോട്ടത്തിൽ പങ്കെടുത്ത മുത്തശ്ശിയും മാരത്തോണിലെ വിസ്മയ കാഴ്ചകളായിരുന്നു. रोज करती थी प्रैक्टिस, करीब मैं 15-20 दिन प्रैक्टिस किया, उसके बाद भगवान ने शक्ति दी और हो गया. ഗുഡ്വിൻ ഗ്രൂപ്പായിരുന്നു വനിതകളുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായി നടത്തിയ പിങ്ക് മാരത്തോണിന്റെ മുഖ്യ പ്രായോജകർ. വളരെയധികം സന്തോഷമുണ്ട് പിങ്കത്താൻ ഗ്രൂപ്പിൻ്റെ ഈ ഇവൻറ്റിനോടുകൂടി സഹകരിക്കാൻ ഗുഡ്വിൻ ഗ്രൂപ്പിന് കഴിഞ്ഞതിൽ. ലോകമെമ്പാടും ഇന്ന് ഭയാനകമായി നോക്കിക്കൊണ്ടിരിക്കുന്ന ക്യാൻസർ എന്ന മഹാദുരന്തത്തെ ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റുന്നതിന് വേണ്ടി വളരെയധികം ശ്രദ്ധാലുക്കളായി അഹോരാത്രം പണിയെടുക്കുന്ന ഒരു ഗ്രൂപ്പാണ് പിങ്കിത്താൻ. അതിരാവിലെ 4 മണി മുതൽ നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ വനിതകൾ കൂട്ടയോട്ടത്തെ ആഘോഷമാക്കുകയായിരുന്നു. And it was a wonderful experience for me and for her also, and I'm looking forward to more such races in the future. സ്ത്രീകൾക്ക് മാത്രമായി സംഘടിപ്പിച്ച പിങ്ക് മാരത്തോണിന്റെ ഭാഗമാകാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് രശ്മി, ദീപക്കും കൂട്ടുകാരികളും. ഇതിന് ഫസ്റ്റ് റൺ ആയിരുന്നു, പക്ഷെ ഇതിന് ലാസ്റ്റ് അല്ല, ഇതിന് തുടക്കം മാത്രമേ ഉള്ളൂ. ഇത് പോയിക്കൊണ്ടിരിക്കും. ഇത് ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടമായിരുന്നു. അതിനുള്ള സ്റ്റാർട്ട് ഇന്ന് ചെയ്തു. ഇനി ഇത് കൂടിക്കൊണ്ടിരിക്കട്ടെ, എല്ലാ കൊല്ലം ഓടും. ഇതിപ്പോ 5 ആയിരുന്നു, നെക്സ്റ്റ് ഇയർ 10 ഷുഡ് ഗോ ഇൻക്രീസ് ആയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ so it is going to be fun. We enjoyed Pinkathon rocks. It was very good experience. I enjoyed a lot. സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകൾ നടത്തിയ കൂട്ടയോട്ടം
കുട്ടികളും അമ്മമാരും ഒരുപോലെ ആസ്വദിക്കുന്നതായിരുന്നു. Walking every day, and when you walk in a marathon or you run in a marathon, it's a different experience. You feel like you're at the top of the world. So the same feeling I can feel today. I surely participated next time. Wow! Cheers! ആത്മീയതയുടെ പാപ്പരത്വമാണ് കേരളം നേരിടുന്ന വെല്ലുവിളിയെന്ന് CSI സഭാ മോഡറേറ്റർ ബിഷപ്പ് തോമസ് കെ ഉമ്മൻ കല്യാൺ ഈശോ മാർ തിമോത്തിയോസ് വെൽഫെയർ സെന്ററിലെ വാർഷിക പ്രഭാഷണത്തിൽ സംസാരിക്കുകയായിരുന്നു ബിഷപ്പ്. കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആത്മീയ മൂല്യച്യുതിയെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ് തോമസ് കെ ഉമ്മൻ. കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആത്മീയ ച്യുതി വാസ്തവത്തിൽ ഒരു ആത്മീയതയുടെ പാപ്പരത്വമാണ്. 80-കൾക്ക് ശേഷമാണ് കേരളത്തിന്റെ ആത്മീയ സംസ്കാര വികസന മേഖലയ്ക്ക് പരിവർത്തനം വന്നതെന്നും അതിന്റെ ഒരു ഇരയാണ് വിദ്യാഭ്യാസ മേഖലയെന്നും ബിഷപ്പ് ചൂണ്ടിക്കാട്ടി. ഇത് 80-കൾക്ക് ശേഷം വന്നൊരു സാമ്പത്തിക വികസനത്തിന്റെ ഭാഗവും ആധുനികതയുടെ ഭാഗമാണ്. അതിൻ്റെ ഒരു ഇരയാണ് വിദ്യാഭ്യാസ മേഖല. മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം കൊടുക്കുന്നതിലുപരി പണം സമ്പാദനം നടത്താനുള്ള വിദ്യാഭ്യാസത്തിന് പ്രാധാന്യമായി. പുതിയ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് ചിന്തിക്കണമെന്നും ഏറ്റവും വലിയ അപകട സന്ധിയിലേക്കാണ് കേരളം നീങ്ങുന്നതെന്നും ബിഷപ്പ് ആശങ്കപ്പെട്ടു. മതസൗഹാർദ്ദം ഊട്ടിവളർത്തണമെന്നും യോഗത്തിൽ അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ദൈവത്തിന്റെ സൃഷ്ടിയാണ് സ്ത്രീയും പുരുഷനുമെന്നും അത് മനസ്സിലാക്കാനുള്ള ആത്മീയതയോ ഭൗതിക ജ്ഞാനമോ ഇല്ലാതെ വരുന്നതുകൊണ്ടാണ് ഇത്തരം ആക്രമണങ്ങൾ നടക്കുന്നതെന്നും ഡോക്ടർ സൂസൻ തോമസ് പറഞ്ഞു. ദൈവത്തിന്റെ സൃഷ്ടിയാണ് സ്ത്രീയും പുരുഷനും. അത് മനസ്സിലാക്കുവാനുള്ള ആത്മീയതയോ ഭൗതികമായ ജ്ഞാനമോ മനുഷ്യരിൽ ഇല്ലാതെ പോകുന്നതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റാണ്. സ്ത്രീയെ ഒരു വസ്തുവായി കാണരുതെന്നും യഥാർത്ഥമായ ശിക്ഷണം കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും നൽകണമെന്നും അവർ അഭിപ്രായപ്പെട്ടു. കല്യാൺ മർത്തോമ പള്ളിയിലെ എക്യൂമെനിക്കൽ ആരാധനയ്ക്ക് ശേഷം മുംബൈ പൂനെ യൂണിയൻ സഭകളുടെ നേതൃത്വത്തിൽ ബിഷപ്പ് തോമസ് കെ ഉമ്മന് സെന്റ് ക്രിസ്റ്റഫർ ഇടവകയിൽ വരവേൽപ്പ് നൽകി. അതിനുശേഷം നടന്ന അനുമോദന സമ്മേളനത്തിൽ സഭാ മേലധ്യക്ഷന്മാരുടെയും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരുടെയും സാന്നിധ്യത്തിൽ സ്വീകരണം നൽകി ബിഷപ്പിനെ ആദരിച്ചു. ഗീവർഗീസ് മാർ കൂറിലോസ്, തോമസ് മാർ അന്തോണിയോസ്, തോമസ് മാർ അലക്സാന്ദ്രിയോസ്, ശ്രീകാന്ത് ഷിൻഡെ MP, മേയർ രാജേന്ദ്ര ദേവാൻകർ, ഡോക്ടർ സൂസൻ തോമസ്, റവർ ഫാദർ ബിഞ്ചു വർഗീസ് കുരുവിള, റവർ ഫാദർ ക്രിസ്റ്റി ഡാനിയൽ, TG ജോർജ് തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തു. സാധാരണക്കാരായ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യമാണ് ഷാലോം മിഷനിലൂടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഷാലോം മിഷൻ ഡയറക്ടർ റവർ ഫാദർ സാം N ജോഷുവ വ്യക്തമാക്കി. പെൺകുട്ടികളുടെ പുനരധിവാസമാണ് ഈ മിഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഷാലോം മിഷനിലൂടെ ഞങ്ങൾ 5 പെൺകുട്ടികളുടെ പുനരധിവാസ പ്രവർത്തനം ആരംഭിച്ചു. തുടർന്നും ഞങ്ങൾ ആ പ്രവർത്തനത്തിൽ വ്യാപൃതരാണ്. അതിന് സാമൂഹികവും അതുപോലെ തന്നെ സഭയുടേതാകുന്ന പിന്തുണയോടെയാണ് ഇത് ചെയ്യുന്നത്. CNI ഇടവകയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്ന സ്വീകരണ യോഗത്തെക്കുറിച്ച് സംഘാടകൻ ബെൻസി വിശദീകരിക്കുകയുണ്ടായി. ഇതിനകത്ത് ഞങ്ങളെ 8 സഭകളും പൂനെ ഉൾപ്പെടെയുള്ള 8 സഭകളും പങ്കെടുക്കുന്നുണ്ട്. ഞങ്ങളുടെ അച്ഛന്മാരും വെളിയിൽ നിന്ന് 3 തിരുമേനിമാർ, അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ, MP, MLA, അതുപോലെ തന്നെ ഇവിടുത്തെ കോർപ്പറേറ്റർ, കമ്മീഷണർ എല്ലാവരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു. CNIയുടെ സംയുക്ത കൂട്ടായ്മ ബിഷപ്പിന് നൽകിയ സ്വീകരണത്തിൽ പല പ്രമുഖരും സന്തോഷം പങ്കുവച്ചു. ഇന്ന് 7 സഭകൾ ഇന്ന് ഞങ്ങളുടെ ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയുടെ മലയാളം വർഷിപ്പേഴ്സായിട്ട് 7 സഭകൾ ഇന്ന് ബോംബെയിലുണ്ട്. അവരുടെ എല്ലാം കൂടെ സംയുക്തമായിട്ടുള്ള ഒരു കൂട്ടായ്മ ആണ് ഇന്നിവിടെ വെച്ച് നടന്നത്. മുംബൈ പൂനെ ഇടവകളിലെ വിശ്വാസ സമൂഹം പങ്കെടുത്ത ആഘോഷമായ വിശുദ്ധ സംസർഗ ശുശ്രൂഷയിൽ മോഡറേറ്റർ തിരുമേനി മുഖ്യ കാർമ്മികത്വം വഹിച്ചു.
രാജ്യത്ത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം പ്രാബല്യത്തിൽ വരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണെന്ന് TKA നായർ. ശ്രീനാരായണ മന്ദിരസമിതിയുടെ തൊഴിൽദാനമേളയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മുൻ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി. ഏകദേശം 150ഓളം വിദ്യാർത്ഥികൾക്ക് ജീവിതമാർഗം നൽകിയാണ് മന്ദിരസമിതിയുടെ കീഴിലുള്ള ശ്രീനാരായണ ഗുരു കോളേജ് മാതൃകയായത്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ചേർന്നാണ് കോളേജിൽ ഡുവൽ ഡിഗ്രി കോഴ്സിന് തുടക്കമിടുന്നത്. ഈ കോഴ്സ് പൂർത്തിയാക്കിയ 150 പേർക്കാണ് നഗരത്തിലെ വിവിധ സ്ഥാപനങ്ങൾ ജോലിക്കായുള്ള അനുമതി പത്രം നൽകിയത്. സമിതിയുടെ ചെമ്പൂർ കോംപ്ലക്സിലെ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ മുംബൈ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ സഞ്ജയ് ദേശ്മുഖ്, മുൻ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി TKA നായർ, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് ഡയറക്ടർ ഡോക്ടർ പരശുരാമൻ, ഷിബു ആൽബർട്ട് കൂടാതെ സമിതി ഭാരവാഹികളായ N ശശിധരൻ, NS സലീംകുമാർ, OK പ്രസാദ്, കോളേജ് പ്രിൻസിപ്പൽ K രവീന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ശ്രീനാരായണ കോളേജ് മുംബൈ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഇതര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മാതൃകയാണെന്ന് TKA നായർ പറഞ്ഞു. System of education which is being practiced in most of our universities and the efforts being made by the Mumbai University. രാജ്യത്ത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ അനിവാര്യതയെ ചൂണ്ടിക്കാട്ടാനും അദ്ദേഹം മറന്നില്ല. ശ്രീനാരായണ ഗുരു ജനിക്കുന്നതിന് 3 വർഷം മുമ്പ് സ്ഥാപിതമായ മുംബൈ യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ ഒരു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ പദ്ധതിക്ക് തുടക്കമിടാൻ ശ്രീനാരായണ ഗുരുവിന്റെ പേരുള്ള ഒരു സ്ഥാപനം തന്നെ വേണ്ടി വന്നു എന്നുള്ളത് തന്നെ അത്ഭുതപ്പെടുത്തുന്നു എന്ന് മുംബൈ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ സഞ്ജയ് ദേശ്മുഖ് പറഞ്ഞു. ऐसे नारायण गुरु जी के नाम से स्थापित हुई संस्था का ये महाविद्यालय. തുടർന്ന് നടന്ന പത്രസമ്മേളനത്തിൽ ഭാവി പ്രവർത്തനങ്ങളെക്കുറിച്ച് സമിതി പ്രതിനിധികളും വിശിഷ്ടാതിഥികളും സംസാരിച്ചു. So we find this is an excellent program and I must congratulate the Tata Institute of Social Sciences for designing and implementing this program. അംശുംബയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ മുംബൈ വിശേഷങ്ങളുമായി എല്ലാ ശനിയാഴ്ച രാത്രി 9:30 പീപ്പിൾ ടിവിയിലും എല്ലാ ഞായറാഴ്ച രാവിലെ 7:30 കൈരളി ടിവിയിലും.